ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം, അതിൻ്റെ ഏറ്റവും അടുത്താണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 11-ാം വാർഡ് മുണ്ടക്കൈയിലെ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കോടമഞ്ഞിൻ്റെ അപ്പുറമാണ് വെള്ളരിപ്പാറ. ആ കോടമഞ്ഞിൻ്റെ ഇടയിൽ നിന്നാണ് ഉരുൾപൊട്ടൽ തുടങ്ങിയത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആർത്തലച്ച് വരികയായിരുന്നു. ഒരു ചെറിയ തോട് മാത്രമായിരുന്നു ഇതുവഴി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അരികിൽ ഏതാണ്ട് 30-ലധികം വീടുകൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് മാത്രമുണ്ട്. ഇപ്പോൾ 7-8 വീടുകൾ മാത്രമാണ് അതേപോലെ അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുവഴി ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തകർക്കോ മറ്റുള്ളവർക്കോ ഇതുവരെയും ഈ ഭൂമിക്കടിയിൽ കിടക്കുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തിൻ്റെ ഇവിടെ തൊട്ട അവിടെ ഒരു പാലമുണ്ടായിരുന്നു, വലിയ പാലം. ഈ 2 ഭാഗത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. ആ പാലം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് എതിർവശത്തേക്ക് നോക്കിയാൽ, അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കുറച്ച് വീടുകൾ കാണാം. ആ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിൽ പലരും പല വീടുകളിലേക്കും മാറിപ്പോയി എന്നും പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഇറങ്ങാൻ പോലും വഴിയില്ല. ഈ പ്രദേശത്ത് ഇതുവഴിയാണ് മുകളിലേക്ക് ഒരു റോഡ് പോയിരുന്നത്. ആ റോഡ് ഇന്ന് വലിയ ചളിക്കുളമായിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള വീട്ടിലുള്ളവർ എങ്ങനെ താമസിക്കും എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല ആർക്കും. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തകർ കടന്നു വരേണ്ട അടുത്ത മേഖലയാണിത്. തീർച്ചയായും ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമെന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളരിപ്പാറയാണ്. ഇവിടെ നിന്ന് ഒരു 500-600 മീറ്റർ മാത്രം മാറി അവിടെ നിന്ന് പൊട്ടിയൊലിച്ച് കല്ലുകളും മണ്ണും ചെളിയും മരങ്ങളുമായിട്ടാണ് താഴേക്ക് ദുരന്തം വിതച്ചുകൊണ്ട് ഇതുവഴി പോയതും.